കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തം 7 വർഷം പിന്നിടുമ്പോഴും ഇരകളായവരുടെ സുമനസുകളിൽ ഉണങ്ങാത്ത മുറിവുമായി ദുരന്ത സ്മരണകൾ. 2019 ഓഗസ്റ്റ് 8-നാണ് 59 പേരുടെ ജീവൻ കവർന്ന കവളപ്പാറ ദുരന്തം ഉണ്ടായത്. മലയോര മേഖലയായ പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ കവളപ്പാറ, പാതാർ കുടിയേറ്റ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിന്റെയും പ്രളയത്തിന്റെയും രൂപത്തിലായിരുന്നു അന്നത്തെ മഹാദുരന്തം. കവളപ്പാറ മുത്തപ്പൻ കുന്നിടിഞ്ഞ് താഴ്വാരത്ത് അധിവസിച്ചിരുന്ന 45ഓളം വീടുകളാണ് മണ്ണിനടിയിലായത്. രാത്രി 8 മണിയോടെയുണ്ടായ ദുരന്തത്തിൽ വീടുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോലുമാകാതെ 59 ജീവനുകൾ മുത്തപ്പൻ കുന്നിൻ്റെ മണ്ണാഴങ്ങളിൽ പൊതിഞ്ഞുപോയി. സകല സംവിധാനങ്ങളും അവതാളത്തിലായതിനാൽ പിറ്റേന്ന് രാവിലെ 10 മണിയോടെയാണ് രക്ഷാപ്രവർത്തകർക്ക് പോലും പ്രദേശത്ത് എത്തിപ്പെടാനായത്. രക്ഷാപ്രവർത്തനങ്ങളുടെ ഉദാത്ത മാതൃകയായി 20 ദിവസത്തോളം നീണ്ട മണ്ണുമാന്തിയുള്ള തിരച്ചിലിനൊടുവിൽ 48 മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായി. എന്നാൽ 11 ജീവനുകൾ മുത്തപ്പൻ കുന്നിൻ്റെ മടിത്തട്ടിൽ ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഒരു കുടുംബത്തിലെ തന്നെ 4ഉം 5ഉം അംഗങ്ങൾ പോലും ദുരന്തത്തിനിരകളായി. രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൈവിട്ടുപോയ ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടുകൾ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ തോരാ കണ്ണീരിന് കാരണമായി. മാതാപിതാക്കളും ഭാര്യയും മക്കളും സഹോദരങ്ങളും ബന്ധുക്കളും സ്വന്തമായുണ്ടായിരുന്ന മണ്ണും കാലങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയ കൃഷിയിടവും മണ്ണിനടിയിൽ തകർന്നടിഞ്ഞപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയത് കുറച്ചു പേർക്ക് മാത്രം. കവളപ്പാറ ഊരിലേതടക്കം 45 വീടുകളാണ് ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായത്. ജീവൻ നഷ്ടപ്പെട്ടവർക്ക് 10 ലക്ഷവും ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ഭൂമി വാങ്ങി വീട് നിർമ്മിക്കാൻ 10 ലക്ഷവും വീതം സർക്കാർ ധനസഹായം നൽകി. ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കായി പോത്തുകല്ലിൽ 24 വീടുകൾ സർക്കാർ നിർമ്മിച്ചു നൽകി. വ്യവസായി MA യൂസഫ് അലി 33 വീടുകൾ ദുരന്തബാധിതർക്കായി നിർമ്മിച്ചു നൽകി. കവളപ്പാറ ഊരിലെ 27 കുടുംബങ്ങൾക്ക് ഉപ്പട ആനക്കല്ലിൽ സർക്കാർ ധനസഹായത്തോടെ വീടുകൾ നിർമ്മിച്ചു നൽകി. ദുരന്തം നടന്ന് 4 വർഷം പൂർത്തിയായപ്പോഴാണ് പുനരധിവാസം സാധ്യമായത്. വിവിധ സന്നദ്ധ സംഘടനകളും കവളപ്പാറ ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു. അപകട സാധ്യതാ മേഖലയായി ജിയോളജി വിഭാഗം ഈ പ്രദേശത്തെ പ്രഖ്യാപിച്ചതിനാൽ ഇവിടെ നിന്നും മാറിപ്പോകേണ്ടി വന്ന കുടുംബങ്ങൾക്കും സർക്കാർ ധനസഹായം നൽകി. ഇതോടൊപ്പം പാതാർ ഗർഭം കലക്കി മലകളിലെ ഉരുൾപൊട്ടലിൽ ഇഴുവാത്തോട്ടിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 10ഓളം വീടുകൾ തകരുകയും പാതാർ ടൗൺ നാമാവശേഷമാവുകയും ചെയ്തിരുന്നു. ദുരന്തത്തിനിരകളായവർ പോത്തുകൽ, എടക്കര, ചുങ്കത്തറ, വണ്ടൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ അധിവസിക്കുന്നത്. ചിലർ പിറന്ന മണ്ണിനെ കൈവിടാനാകാതെ അവിടെ തന്നെ ഇപ്പോഴും തുടരുന്നു. സകലതും നഷ്ടപ്പെട്ടതിൻ്റെ ആഘാതത്തിൽ നിന്നും പലരും നാളിതുവരെ മോചിതരായിട്ടില്ല. സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും നൽകിയ നഷ്ടപരിഹാരങ്ങൾ ഏറ്റുവാങ്ങി വിവിധയിടങ്ങളിലായി പൊതുജീവിതം കെട്ടിപ്പടുക്കുമ്പോഴും ദുരന്തസ്മരണകൾ മായാതെ ഇവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്.